നമ്മുടെ ചിന്തകൾ എപ്പോഴും നാളെയെക്കുറിച്ചോ അല്ലെങ്കിൽ ഇന്നലെ കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ചോ ആയിരിക്കും. അപ്പോൾ ചിന്തകൾക്ക് കുറച്ച് ഹെവിനെസ് തോന്നില്ലേ? ഈ ചിന്തകളാണ് ചിലപ്പോൾ ഓവർ തിങ്കിങ്ങിലേക്ക് നമ്മളെ നയിക്കുന്നത്. പക്ഷെ എന്താണ് മൈൻഡ്ഫുൾനെസ്? അതറിഞ്ഞ് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചൊക്കെ നമുക്ക് ഇതിൽ നിന്ന് മുക്താവും. പൂർണ്ണമായിട്ട് മുക്താവും എന്ന് ഞാൻ പറയുന്നില്ല. എന്നാലും കുറച്ചൊക്കെ നമുക്ക് എൻജോയ് ചെയ്യാം ആ പ്രസൻറ്റ് മൊമെൻറ്റിനെ. എന്നിട്ടൊരു ബെറ്റർ ടുമോറോ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാം. എങ്ങനെയാണ് മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യേണ്ടത്? വേർ എവർ യു ആർ, ബി ദെയർ ടോട്ടലി. നമ്മളിപ്പോൾ എവിടെയാണോ അവിടെ പൂർണ്ണമായി ആയിരിക്കുക എന്നുള്ളതാണ്. ഞാൻ ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കുകയാണ്. അപ്പോൾ എൻ്റെ മുമ്പിൽ കുറേ ആളുകളുണ്ട്, കുറേ പേർ എന്നെ ലിസൺ ചെയ്യാനുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ടോക്കിംഗ് മൈൻഡ്ഫുള്ളി. ഒരു ഓഡിയൻസിൻ്റെ അടുത്താണ് ഞാൻ വർത്തമാനം പറയുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അതുപോലെ നിങ്ങൾ എന്നെ കേൾക്കുകയാണെങ്കിൽ നിങ്ങളുടെ മൈൻഡ് ടോട്ടലി എൻ്റെ അടുത്തായിരിക്കണം എന്ന് ഞാൻ ഇപ്പോൾ പറയണം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചിന്തകൾ എപ്പോഴും മൾട്ടി ടാസ്കർ പോലെയാണ് നമ്മുടെ ചിന്തകളും പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം നമ്മുടെ അറ്റൻഷൻ സ്പാൻ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലേ? നമ്മൾ കയ്യിൽ കിട്ടുന്ന ഷോർട്സ് ആയാലും വീഡിയോസ് ആയാലും ഇങ്ങനെ നമുക്ക് ഒന്നിലും ഒരു സ്റ്റിക്ക് ഓൺ ചെയ്യാൻ പറ്റുന്നില്ല. പണ്ട് കുറേ നേരം ഇരുന്ന് പുസ്തകം വായിച്ചിരുന്ന ആളുകൾക്ക് കുറച്ചൊരു റീൽസ് കണ്ട് അതിലൊന്ന് മടുപ്പ് തോന്നിയാൽ അപ്പോൾ നമ്മൾ സ്കിപ്പ് ചെയ്യും. കാരണം വി ഹാവ് അനദർ ഓപ്ഷൻ. പണ്ട് ആ പുസ്തകം മാത്രമായിരുന്നു നമുക്ക് വായിക്കാനുണ്ടായിരുന്ന ഒരു എൻ്റർടൈൻമെൻറ്റ് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് ഇഷ്ടമില്ലാത്ത കണ്ടന്റ് കണ്ട് അപ്പോൾ മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ടല്ലേ. അപ്പോൾ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇത്തരം ഫോക്കസ് കുറഞ്ഞു വരുന്ന ആ ഒരു ടെൻഡൻസിനെ നമുക്ക് ഒരു റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരാൻ പറ്റും. നമ്മുടെ ലൈഫിനെ കുറച്ചുകൂടി റിയാലിറ്റിയിലേക്ക് പ്രസൻറ്റിലേക്ക് കൊണ്ടുവരാൻ പറ്റും. എന്താണ് മൈൻഡ്ഫുൾനെസ്? സത്യം പറഞ്ഞാൽ എനിക്കും അറിയണ്ടായിരുന്നില്ല കേട്ടോ. എനിക്ക് ഈ ഓവർ തിങ്കിങ് കാരണം ഞാൻ ഒരു മെൻറ്ററിൻ്റെ അടുത്ത് പോയപ്പോഴാണ് മനസ്സിലാക്കുന്നത്, നമ്മളൊരു ഗുരു, ഒരു ട്രെയിനറിൻ്റെ അടുത്ത് പോയപ്പോഴാണ് മനസ്സിലാക്കുന്നത് ഈ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുന്നതിനുള്ള കുറേ ഗുണങ്ങൾ. ഓവർ തിങ്കിങ് നമ്മൾ അതിലൂടെ കടന്നു പോകുമ്പോഴോ മനസ്സിലാവുള്ളൂ വൈ വി ആർ റൂൾഡ് ബൈ ദിസ് ഓവർ തിങ്കിങ് ഹാബിറ്റ് എന്നുള്ളത്. നമ്മൾ ആ പ്രസൻറ്റ് മൊമെൻറ്റിനെ ആസ്വദിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഫ്യൂച്ചറിനെ ആലോചിച്ചിട്ടും പാസ്റ്റിൽ നടന്നു പോയിട്ടുള്ള ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ആലോചിച്ചിട്ടും ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കും. മൈൻഡ്ഫുൾനെസ് എന്ന് പറഞ്ഞാൽ മെഡിറ്റേഷനാണോ? അതിന് എത്ര ടൈം എടുക്കേണ്ടി വരും? ഇതൊക്കെയല്ലേ ഇപ്പോൾ നിങ്ങൾ ചിന്തിച്ച്. മൈൻഡ്ഫുൾനെസ് എന്ന് പറഞ്ഞാൽ മെഡിറ്റേഷൻ എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ മൈൻഡ്ഫുൾനെസ് കീപ്പ് അസ് മോർ പീസ്ഫുൾ. നമ്മളെ കുറച്ചും കൂടി പീസ്ഫുള്ളാക്കാനും നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മളെ ഹാപ്പിനെസ് കുറച്ചും കൂടി ഇൻക്രീസ് ചെയ്യിക്കാനും മൈൻഡ്ഫുൾനെസ് ഹെൽപ്പ് ചെയ്യും. നമ്മുടെ ചിന്തകൾക്ക് ഭാരം കൂടുമ്പോൾ നമ്മുടെ പ്രവർത്തികളിലും നമ്മുടെ കാലുകളിലും ഭാരം കൂടുന്നതായിട്ട് തോന്നില്ലേ? ഒന്നും മൂവ് ചെയ്യുന്നില്ലല്ലോ, എല്ലാം പണ്ടത്തെ പോലെയല്ലല്ലോ എന്ന ചിന്തകൾ ഒരു മിഡിൽ ഏജിലുള്ള എല്ലാവർക്കും ഉണ്ടാകുന്നതാണ്. ഹാപ്പിനെസ് ഈസ് നോട്ട് ഇൻ അനദർ പ്ലേസ് ബട്ട് ദിസ് പ്ലേസ്. ഇഫ് നോട്ട് ഫോർ അനദർ അവർ ബട്ട് ദിസ് ഫോർ ദിസ് അവർ. ഈ ഒരു മണിക്കൂറിലാണ് എൻ്റെ സന്തോഷം. അപ്പോൾ എന്താണ് ശരിക്കും നിങ്ങൾക്ക് സന്തോഷം നൽകുന്നത്? ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, നല്ല പൈസയുള്ള ആൾക്കാർക്ക് വരെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ദുഃഖങ്ങൾ ഉണ്ടായിരിക്കും. പക്ഷെ ചിലപ്പോൾ തോന്നും, നമ്മൾക്ക് ചില സമയത്ത് തോന്നാറുണ്ട് ഭയങ്കര ബോറടിയാണ് ലൈഫ് എന്നുള്ളതല്ലേ. പക്ഷെ ചില സമയത്ത് സാധാരണക്കാരനായ ഒരാൾ ലൈഫ് എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് കൊതിയാവും. ഹൗ ഇറ്റ്സ് ഹാപ്പനിങ്? നമ്മുടെ ചുറ്റും എല്ലാം ഉണ്ട്. വി ആർ റിച്ച് എനഫ്, വി ഹാവ് എനഫ് മണി, എന്നിട്ടും നമുക്ക് മനസ്സിനൊരു സന്തോഷമില്ല. പക്ഷെ സാധാരണക്കാരനായ ഒരാൾക്ക് ചിലപ്പോൾ ഒരു കടലാസ് വഞ്ചി ഉണ്ടാക്കി വെള്ളത്തിലിട്ടത് ആസ്വദിക്കാനുള്ള ഒരു കഴിവുണ്ടാവും. നമുക്ക് എവിടെയോ അത് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് തോന്നും. അല്ലെങ്കിൽ സാധാരണക്കാരനായ ഒരാൾ എപ്പോഴും ചിന്തിക്കുകയാണ്, എനിക്കിനി നാളേക്ക് ഇത്ര പൈസ ഉണ്ടാക്കണം, അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയാളുടെ ലൈഫും ഒരു അസാധാരണമായിട്ടുള്ള ഓവർ തിങ്കിങ്ങിലേക്ക് പോകും അല്ലേ. പക്ഷെ ഇവിടെ പറയാൻ പോകുന്ന മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് എന്ന് പറയുമ്പോൾ നമുക്ക് ലൈഫിൽ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ എങ്ങനെ ആസ്വദിക്കാം എന്നുള്ളൊരു റിമൈൻഡർ കൂടിയാണ് കേട്ടോ. ഞാനിവിടെ പറയുന്നത് 5 മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസുകളെ പറ്റിയിട്ടാണ്. ഈ 5 മൈൻഡ്ഫുൾ പ്രാക്ടീസുകൾ നിങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് കേട്ടോ. ഒന്നാമത്തെ, 1 പേജ് ഫുൾ ഓഫ് മൈൻഡ്ഫുൾ ജേർണലിംഗ്. എപ്പോഴും മൈൻഡ്ഫുള്ളായിട്ട് ജേർണലിംഗ് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ നമ്മളെ റിഫ്ലക്റ്റ് ചെയ്യാനുള്ള ഒരു അവസരമാണ്. വാട്ട് ഐ എം ഫീലിംഗ് റൈറ്റ് നൗ. നമുക്ക് ഇപ്പോൾ എന്താണ് തോന്നുന്നത് അത് എഴുതാം. വാട്ട്സ് കോസിങ് ഇറ്റ്. എന്താണ് അതിന് കാരണം? വാട്ട് ക്യാൻ ഐ ലെറ്റ് ഗോ ഓഫ്. എന്തെനിക്ക് ലെറ്റ് ഗോ ചെയ്യാൻ പറ്റും? ഇഫ് ഇറ്റ് വറീസ് യു, ലെറ്റ് ഇറ്റ് ഗോ. ഇഫ് ഇറ്റ് മേക്സ് യു ഹാപ്പി, ലെറ്റ് ഇറ്റ് ബി ദെയർ. ഓക്കെ, ഫസ്റ്റ് വൺ ഇസ് മൈൻഡ്ഫുൾ ജേർണലിംഗ്. ആൻഡ് സെക്കൻഡ് വൺ,
നമ്മൾ കുറച്ച് ഡിസ്റ്റർബ്ഡ് ആയിട്ടിരിക്കുകയാണ്, നമ്മുടെ ചിന്തകൾ കുറച്ച് ഓവറാണ് എന്ന് തോന്നുന്നുവെങ്കിൽ യു ക്യാൻ പ്രാക്ടീസ് 5 4 3 2 1 മെത്തേഡ്. അതെന്താന്ന് പറയാം. ഓക്കെ, ഫസ്റ്റ് നമ്മൾക്ക് ഓവർ തിങ്കിങ് ആണ് പ്രശ്നം, നമുക്ക് ഈ സിറ്റുവേഷൻ മൂവ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ജസ്റ്റ് തിങ്ക് അബൌട്ട് 5 things you can see, 4 things you can touch, 3 you can hear, 2 you can smell, and 1 thing you can taste. ഇത് നമ്മളെ ആ മൊമെൻറ്റിലേക്ക് സൂപ്പർ ഫാസ്റ്റായിട്ട് ബ്രിങ് ബാക്ക് ചെയ്യും. ആ മൊമെൻറ്റിലേക്ക് നിങ്ങളെ വീണ്ടും കൊണ്ടുവരും. നിങ്ങൾ എവിടെയായിരിക്കുന്നു ആ മൊമെൻറ്റിലേക്ക് തിരിച്ചു കൊണ്ടുവരും. നമ്മുടെ ഓവർ തിങ്കിങ് മാറ്റാൻ ഇങ്ങനെ കുറച്ച് ടെക്നിക്സ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഈസി അല്ലേ? ഇനി ഞാൻ പറയാൻ പോണ മൂന്നാമത്തെ ടെക്നിക്ക്, മൈൻഡ്ഫുൾ വാക്കിംഗ്. വാക്ക് സ്ലോലി ഫോർ 5 minutes. ഈ 24 hours 5 minutes എടുക്കാൻ എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. ഫീൽ യുവർ ഫീറ്റ് ടച്ചിങ് ദ ഗ്രൗണ്ട്, എയർ ഓൺ യുവർ സ്കിൻ, ദ റിഥം ഓൺ യുവർ സ്റ്റെപ്സ്. യു ഡോണ്ട് നീഡ് എ ബീച്ച് ഓഫ് ഫോറസ്റ്റ്. നിങ്ങൾക്കൊരു ബീച്ച് ഓഫ് ഫോറസ്റ്റ് ഒന്നും ആവശ്യമില്ല നടക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്കൊരു കിച്ചൺ ആണുള്ളൂ, അടുക്കളയാണുള്ളൂ വെച്ചാൽ അത് ധാരാളം. നമ്മുടെ ആ വാക്കിംഗ് ഫീൽ ചെയ്തിട്ട്, നമുക്കിപ്പോൾ ഒരു ഫ്ലാറ്റ് ആണുള്ളത്, ഒരു റൂമാണുള്ളത്, ഒരു അപ്പാർട്ട്മെൻ്റ് ആണുള്ളത്, ഓക്കെ, യു ഹാവ് എ സ്പേസ് ടു വാക്ക് അല്ലേ. 5 minutes നടക്കാനുള്ള ഒരു സ്പേസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവും. സോ പ്രാക്ടീസ് മൈൻഡ്ഫുൾ വാക്കിംഗ്. ദിസ് ഇസ് മൈ തേർഡ് വൺ. ദെൻ നമ്മൾ പിന്നെയും നമുക്ക് കുറച്ച് ചിന്തകളൊക്കെ മൈൻഡിൽ വരികയാണെങ്കിൽ ജസ്റ്റ് പേ അറ്റൻഷൻ സ്ലോലി ഫ്രം യുവർ ഫോർഹെഡ് ടു ടോസ്. നമ്മുടെ നെറ്റി മുതൽ കാൽപാദം വരെ നമ്മൾ ഒന്ന് മൈൻഡ്ഫുള്ളി തിങ്ക് ചെയ്യാം. ആദ്യം നെറ്റി, ഷോൾഡേഴ്സ്, പിന്നെ നമ്മുടെ കഴുത്ത്, ലെഗ്സ് ആൻഡ് ടോസ്. എന്താണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്? ആൻഡ് ജസ്റ്റ് ബി സോഫ്റ്റ്. ഭയങ്കര സ്മൂത്തായിട്ട് തിങ്ക് ചെയ്യാം. നിങ്ങൾക്ക് കുറച്ചും കൂടി ഡിസ്റ്റർബൻസ് ഉള്ള തോട്ട്സ് വരുവാണെങ്കിൽ 1 minute ബ്രീത്തിങ് റീസെറ്റ് ചെയ്യാം. ടേക്ക് 1 minute, ഒരൊറ്റ മിനിറ്റ് മതി. സിറ്റ് സ്റ്റിൽ ആൻഡ് ബ്രീത്ത് ഇൻ ഫോർ 4 seconds. ജസ്റ്റ് നന്നായി ബ്രീത്ത് ഇൻ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഫുൾ എക്സ്ഹേൽ ബ്രീത്ത് ഔട്ട് ചെയ്യാം. ദിസ് വിൽ റീസെറ്റ് യുവർ നെർവസ് സിസ്റ്റം ഫാസ്റ്റ്. ഇത് കുറച്ച് കാസ് നമ്മുടെ ലൈഫിൽ ഉണ്ടാകുമ്പോൾ, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ബ്രീത്തിങ് റീസെറ്റുകൾ നമ്മളെ കുറേ ഹെൽപ്ഫുൾ ആണെന്ന് പറയപ്പെടുന്നു. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചുറ്റുള്ള ലോകം നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും നടന്നൊന്നും വരില്ല. അപ്പോൾ നമ്മൾ പാനിക്കായി പോവും, എന്ത് ചെയ്യും എന്നുള്ള സിറ്റുവേഷൻ. ആങ്സൈറ്റി ഉണ്ടാവും, സ്ട്രെസ് ഉണ്ടാവും. കുഞ്ഞു കുട്ടികൾക്ക് വരെ ഈ വേർഡൊക്കെ ഉണ്ട്, അറിയുന്നുണ്ട്. അപ്പോൾ നമ്മൾ വലിയ ആൾക്കാരുടെ, കുറച്ച് മുതിർന്ന ആൾക്കാരുടെ ലൈഫിൽ നമ്മളെ എത്രത്തോളം ഇത്തരം കാര്യങ്ങൾ ബാധിക്കുമെന്ന് കുറച്ച് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ മനസ്സിലാവും. ചില സമയത്ത് ഒന്നും അങ്ങോട്ട് സെറ്റാവില്ല. ജസ്റ്റ് ടേക്ക് എ പോസ്, യു ക്യാൻ ഡു ഇറ്റ്. നമുക്കത് ചെയ്യാനുള്ള സ്ട്രെങ്ത് ഉണ്ട്. വി ആർ കേപ്പബിൾ എന്ന് നമ്മൾ നമ്മളോട് തന്നെ പറയാം. പാറ്റ് ഓൺ യുവർ ബാക്ക് പറയാം. യു ആർ സ്ട്രോങ് എന്നുള്ളത്. പിന്നെ മൈൻഡ്ഫുള്ളി ഞാനെപ്പോഴും ഈ റീസെൻറ്റ് ടൈമിൽ ഇപ്പോൾ ചെയ്യുന്ന കാര്യമാണ്, വീട്ടിൽ വളർത്താൻ കുറച്ച് 4 മണിപ്പൂക്കളേ ഉള്ളൂ എങ്കിൽ ആ 4 മണിപ്പൂക്കളോട് സംസാരിക്കുക, അവർ വിരിയണ ആ ഒരു ടൈം നോക്കുക, ആസ്വദിക്കുക മൈൻഡ്ഫുള്ളി. ഇപ്പോൾ സംസാരിക്കുന്നത് കുറച്ച് ഓവറാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് നേരം അവിടെ പോയിരിക്കുക, പൂക്കളെ ആസ്വദിക്കുക. പിന്നെ ഞാൻ നമ്മളുടെ ഒരു ട്രെയിനോട് ചോദിച്ചതാണ് വാട്ട് ഈസ് മെഡിറ്റേഷൻ എന്നുള്ളത്. അപ്പോൾ സിംപിളി നമ്മൾ ഈ വേർഡ് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ വിചാരിക്കും, ഇതൊന്നും എന്നെക്കൊണ്ട് പറ്റില്ല എന്നുള്ളത്. പക്ഷെ നമ്മൾ മൂവ് ചെയ്യണ ഒരു ബസ്സിനെ നോക്കി മൈൻഡ്ഫുള്ളായി ഒരു 2 minutes നിൽക്കുന്നത് തന്നെ മെഡിറ്റേഷനാണ് അത്ര. നമ്മളെപ്പോഴും മൾട്ടി ടാസ്കിങ്ങിൽ പോവുകയാണല്ലേ, എപ്പോഴും മൈൻഡ് മൾട്ടി ടാസ്കിങ്ങിലാണ്. ബിക്കോസ് അതേ നടക്കുകയുള്ളൂ, ലൈഫ് ഈസ് ടു ഫാസ്റ്റ്. അപ്പം അത്തരം സിറ്റുവേഷനിൽ വളരെ സോഫ്റ്റായിട്ട് നമ്മുടെ ഫീലിങ്സിനെ എക്സ്പ്രസ് ചെയ്യാൻ പോലും പറ്റില്ല. അപ്പോൾ ലോഡ് ഓഫ് തോട്ട്സ് കൂടും. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മളൊന്ന് പോസ് ചെയ്തിട്ട് നമ്മൾ ഡേ ടു ഡേ ചെയ്യണ കാര്യങ്ങൾ മൈൻഡ്ഫുള്ളി ചെയ്താൽ തന്നെ പീസ്ഫുള്ളായി നമുക്ക് ലിവ് ചെയ്യാൻ പറ്റും. ഫൈനലി, ബി വെയർ യുവർ ഫീറ്റ് ആർ. Right now is all you have actually. Pause, breathe, continue.
You don't have to react to everything you feel. So, small moments of peace count too. നമ്മുടെ കുട്ടി കുട്ടി സന്തോഷങ്ങൾ, ചെറിയ ചെറിയ പീസ്ഫുൾ മൊമെൻറ്റ്സ് എല്ലാം കൗണ്ട് ചെയ്യും. എല്ലാം നമ്മുടെ ഹാപ്പിനെസ്സിലേക്ക് നയിക്കും കേട്ടോ. യുവർ മൈൻഡ് ഇസ് എ പ്ലേസ് where you live forever. Make it kind a home. Thank you everyone for listening to me, Jita.